കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. മീനക്കൂറുകാരെ ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ മീനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ശനിയാണ് നടക്കുന്നത്. ജന്മശനിയും ഏഴശനിയും കണ്ടകശനിയും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സമയമായിട്ടാണ് മീനൻ രാശിക്കാർക്കുള്ളത്. അതുപോലെ 2 ശുക്രൻ, 3 സൂര്യൻ, ബുധൻ, 4 വ്യാഴം, 5 ചൊവ്വ, 6 കേതു, 12 രാഹു. ഇതാണ് ഗ്രഹസ്ഥിതി ഉള്ളത്. മറ്റുള്ള ഭാഗങ്ങളുടെ സ്വന്തമാണ്. ഗുണദോഷ മിശ്രമായിട്ടുള്ള സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ദൈവാധീനം വളരെ അനുഗ്രഹപരമായിട്ട് ദൈവാനുഗ്രഹത്തെ ശരിക്കും ദൈവത്തെ നന്നായി വണങ്ങുകയും പ്രാർത്ഥനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഴുകുകയും അമ്പലങ്ങൾ സന്ദർശിക്കുകയും അയ്യപ്പക്ഷേത്ര സന്ദർശനം നടത്തുകയും ഭയഭക്തിയോടുകൂടി ചിന്തിക്കുന്നതും വളരെ ആപത്തുകളിൽ നിന്നെല്ലാം പോയി പെടാതിരിക്കുകയും അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ കുടുംബപരമായിട്ട് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നതും വളരെ ഉത്തമപരമായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ളതെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു മന്ദതയാണ് കാണുന്നത്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടും കോൺട്രാക്ട് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന അതെല്ലാം കോൺട്രാക്ട് പൂർത്തിയായാലും അതിൻ്റെ സാമ്പത്തിക ബാധ്യത വിട്ടുപോകാതെ നിൽക്കുന്ന ഒരു അനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വൻകിട കോൺട്രാക്റ്റുകളെല്ലാം ചിലപ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥകളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വളരെ പരിഹാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടന്നു എന്ന് വരില്ല. അവനവൻ ചിന്തിക്കുന്ന ബുദ്ധി മോശപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവരെ പോയി വീഴും. മറ്റുള്ളവരാര് പറഞ്ഞാലും ശ്രദ്ധിക്കുകയില്ല എന്നൊരു കാര്യങ്ങളുണ്ട്. ബന്ധുസംഭവങ്ങളായിട്ട് വഴക്കിടുവാനും അതുപോലെ തന്നെ അയൽവാസികളായിട്ട് ചിലപ്പോൾ ഉറക്കത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ സഹോദര ബന്ധങ്ങൾക്കെല്ലാം ഉരച്ചിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും ചിലപ്പോൾ തകർന്നു പോകാനും സന്താനങ്ങൾ ചിലപ്പോൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അതുകാരം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. യാത്രകൾ കൊണ്ടെല്ലാം വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു ഫലം പെട്ടെന്ന് കിട്ടി എന്ന് വരില്ല. എന്നിരുന്നാലും യാത്രകൾ കൊണ്ട് ചില കാര്യങ്ങളെല്ലാം സാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ അലസതയുണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകേണ്ടത്. അത് ഈ നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്ന കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. അതുപോലെ ഈ നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മൂലം കുറച്ചൊരു ബുദ്ധിമുട്ടുകളെല്ലാം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മനപ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അവരവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആപത്ത് വരുവാനുള്ള സാധ്യതയുണ്ട്. മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ അവനവൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ യാത്രകളും മറ്റുള്ള ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതാണെങ്കിൽ വളരെ സൂക്ഷ്മതയോട് കൈവരിക്കണം. ആവുന്നത് യാത്ര ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഉത്തമമായിട്ട് കാണണം. ശാസ്താവെങ്കിൽ നീരാഞ്ജന, നെയ്വിളക്ക്, എള്ളുതിരി എന്നിവയെല്ലാം ചെയ്യുന്നതും അതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യം നീരാഞ്ജന, നെയ്വിളക്ക്, എള്ളു പായസം എന്നിവ നടത്തുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളും. മഹാവിഷ്ണുവെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസത്തെ പൂജയോ ത്രികാല പൂജയോ അല്ലെങ്കിൽ യഥാശക്തി അവനവന് പറ്റുന്ന പൂജാതി കർമ്മങ്ങളോ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം മാസത്തിലോ ആഴ്ചയിലോ ചെയ്യുന്നത് അവർക്ക് സാഹചര്യം മൂലം നടത്തുക എന്നത് വളരെ ഉത്തമപരമായിട്ടാണ് കാണുന്നത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ വയസ്സായ ആളുകൾ വീഴാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതായത് വയസ്സായ ആളുകൾ 60 വയസ്സ് മേലെയുള്ള ആളുകൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് തെന്നി വീഴുകയോ എന്തെങ്കിലും ഗൃഹോപകരണ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയോ ചെയ്യുന്ന സമയത്തെല്ലാം ചിലപ്പോൾ അബദ്ധവശാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വീഴാനുള്ള സാധ്യതയുണ്ട്. ആ വീഴ്ച ചിലപ്പോൾ കിടപ്പിലായി വരുവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വാർദ്ധക്യ സംബന്ധമായിട്ടുള്ളവർക്ക് അതും വളരെ സൂക്ഷ്മമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അലസത കൂടാതെ പെട്ടെന്ന് മാറിക്കോളും എന്ന് ചിന്തിച്ചിരിക്കേണ്ട സമയമല്ല എന്നാണ് പറയുന്നത്. അത് കാരണം അതിലും വളരെ ശ്രദ്ധിക്കാനുള്ളത്. അയ്യപ്പ സ്വാമിയെ നല്ലപോലെ ഭജനിരിക്കുക, മഹാവിഷ്ണുവിനെ അതുപോലെ നല്ല ഭജിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. മഹാമൃത്യുഞ്ജയ ഹോമം മാസം ക്ഷേത്രത്തിൽ വെച്ച് നടത്തുക. കഴിവുള്ളവരാണെങ്കിൽ ഭവനത്തിൽ വെച്ചിട്ട് ഗണപതി ഹോമം, മഹാ അഷ്ടദേവ ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം ഭവനത്തിൽ വെച്ച് നടത്തുകയാണെങ്കിൽ അതൊരു വർഷത്തെ ഒരു ഫലത്തിന് ഇടയാവും.
അതിൻ്റെ ഒരു ഫലം ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ശനിഗ്രഹ പൂജ എല്ലാം പത്മോട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് നമ്മളെ കാണുന്നത്. ഈ പരിഹാരമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മീനൻ രാശിക്കാർക്ക് കുറച്ചുകൂടെ സമാധാനപരമായിട്ട് പോകാൻ പറ്റും. നമസ്കാരം.